നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മത്സരവും പ്രതിസന്ധികളും തമ്മിലൊരു ബന്ധമുണ്ട്. രണ്ടിലും വിജയിക്കുന്നവരെ മാത്രമേ ഈ ലോകം ഓർത്തുവയ്ക്കൂ. ജീവിതത്തിൽ തോൽക്കുന്നവന് നഷ്ടമാവുന്നത് സമയവും ചെയ്തു കൂട്ടിയ അധ്വാനവുമാണ്. അതുകൊണ്ടുകൂടി ഓരോ മത്സരങ്ങളും ജീവിതത്തിൽ വിജയിക്കാനായിരിക്കും ഓരോരുത്തരും ഇറങ്ങുക. എന്നാൽ എല്ലാ വിജയവും തോൽവിയും ഒരുപോലെയല്ല. തെരഞ്ഞെടുപ്പിൽ ഇതിനൊക്കെ അപ്പുറം തോൽവി എന്നത് മറ്റൊരു നഷ്ടവും വേദനയും കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അതാണ് കെട്ടിവച്ച കാശ്. ഇലക്ഷൻ ഡെപ്പോസിറ്റ് എന്നതിൻ്റെ ഓമന പേരാണ് കെട്ടിവച്ച കാശ്. മാനഹാനി മാത്രമല്ല, ധനനഷ്ടവുമുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്ന് സാരം. വഴിയെ പോകുന്നവനും വരുന്നവനുമൊക്കെ കയറി സ്ഥാനാർത്ഥി ചമയാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുന്ന ഒരു മുൻകരുതലാണ് ഈ സെക്യൂരിറ്റി സംഖ്യ. കെട്ടിവച്ച കാശിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എന്തിനാണ് അതറിയേണ്ടത്? ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തോന്നുന്നെങ്കിൽ കെട്ടിവച്ച കാശ് തിരിച്ചു പിടിക്കാനെങ്കിലും ഉപകരിച്ചാൽ നല്ലതല്ലേ? എന്താണ് ഈ കെട്ടിവച്ച കാശ്? 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ, അതായത് റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് 34(1) അനുച്ഛേദന പ്രകാരം ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ഏതൊരു പൗരനും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടൊപ്പം ഒരു സംഖ്യ ഇലക്ഷൻ ഡെപ്പോസിറ്റായി കെട്ടിവെക്കണം. ആകെ പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളുടെ 1/6 നേടുന്നവർക്ക് മാത്രമേ നേരത്തെ വാങ്ങിവെക്കുന്ന ഈ തുക തിരിച്ചു കിട്ടുകയുള്ളൂ. ആദ്യമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ തുച്ഛമായ വെറും 500 രൂപയാണ് കെട്ടിവെക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ 1996 തെരഞ്ഞെടുപ്പോടെ കമ്മീഷന്റെ നയം മാറി. ഒറ്റയടിക്ക് 20 ഇരട്ടിയാക്കിയാണ് കമ്മീഷൻ ആ സംഖ്യ വർദ്ധിപ്പിച്ചത്. ഗതികെട്ടാണ് കമ്മീഷൻ കെട്ടിവെക്കേണ്ടി വരുന്ന പണത്തിന്റെ അളവ് കൂട്ടിയത്. 1951 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെയുണ്ടായിരുന്ന ലോക്സഭാ സീറ്റുകൾ 489. എന്നാൽ ആകെ പാർട്ടികളുടെ എണ്ണം 53. അന്നുണ്ടായിരുന്ന 36 കോടി ജനങ്ങളിൽ വോട്ടവകാശമുള്ള ജനങ്ങൾ 17 കോടിയോളമായിരുന്നു. 21 വയസ്സായിരുന്നു അന്ന് വോട്ട് ചെയ്യാൻ വേണ്ടുന്ന ചുരുങ്ങിയ പ്രായം. പിന്നെയാണ് അത് 18 കുറച്ചത്. അന്ന് രാജ്യത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന 53 പാർട്ടികളിലും കൂടി ആകെ കൂടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായിരുന്നത് 1849 സ്ഥാനാർത്ഥികളും. അത് അന്നത്തെ കണക്ക്. എന്നാൽ 1996 നടന്ന പൊതു തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സ്ഥിതി മാറി. ജനസംഖ്യ 36 കോടിയിൽ നിന്നും 95 കോടിയായി വർദ്ധിച്ചു. അതിൽ തന്നെ വോട്ടർമാരുടെ ശതമാനം കൂടി. 60 കോടി വോട്ടർമാർ. മണ്ഡലങ്ങളുടെ എണ്ണം 469 നിന്നും 543 കൂടി. അതൊക്കെ ഏറെക്കുറെ ജനസംഖ്യ കൂടുന്നതനുസരിച്ചുള്ള വർധനവായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അലട്ടിയ വർധനവ് അതൊന്നുമായിരുന്നില്ല, സ്ഥാനാർത്ഥികളുടെ എണ്ണമായിരുന്നു. 13,952 സ്ഥാനാർത്ഥികൾ. പാർട്ടികളുടെ എണ്ണവും 53 നിന്നും 209 ഉയർന്നു. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ എണ്ണ കൂടുതൽ കാരണം ബാലറ്റ് പേപ്പറിന് പകരം 19 പേജുള്ള ബുക്ക്ലെറ്റ് തന്നെ ബാലറ്റ് തയ്യാറാക്കേണ്ടി വന്നു. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിലെ നൽഗോണ്ട മണ്ഡലത്തിൽ അക്കുറി 480 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു മത്സരിക്കാൻ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ പേർ മത്സരിച്ചത് ഈ മണ്ഡലത്തിലായിരുന്നു. തൊട്ടടുത്ത സ്ഥാനം കർണാടകയിലെ ബെൽഗാമിയിനായിരുന്നു, 454 പേർ. അങ്ങനെ ആകെ മൊത്തം വലഞ്ഞപ്പോഴാണ് ഒരു പരിഹാരമെന്ന നിലയിൽ കമ്മീഷൻ കെട്ടിവെക്കുന്ന കാശ് വർദ്ധിപ്പിക്കുന്നത്. 1998 നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും ആ വർധനവ് ഒരു പരിധിവരെ ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 10,000 രൂപ കെട്ടിവെക്കണമെന്നായപ്പോൾ തന്നെ പാതിയിലേറെ പേർ ആ ഐഡിയ തന്നെ വേണ്ടെന്ന് വച്ചു. മത്സരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ തവണത്തെ 13,952 നിന്നും 4,750 ചുരുങ്ങി. അതിൽ തന്നെ പോൾ ചെയ്യപ്പെട്ടതിന്റെ 1/6 വോട്ട് മിനിമം എന്ന വ്യവസ്ഥ പ്രകാരം 3,486 പേർക്കും അവർ കെട്ടിവെച്ച കാശ് നഷ്ടമായി. ആ വകയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആകെ ലാഭം 3.5 കോടി രൂപ. 1999 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 7 ദേശീയ പാർട്ടികളിൽ നിന്നുമായി 1,299 സ്ഥാനാർത്ഥികളും 40 പ്രാദേശിക പാർട്ടികളിൽ നിന്നുമായി 750 സ്ഥാനാർത്ഥികളും മത്സരത്തിനിറങ്ങി. അവർക്ക് പുറമെ അംഗീകാരമുള്ള മറ്റ് 40 പാർട്ടികളിൽ നിന്നുമായി 654 സ്ഥാനാർത്ഥികളും 1945 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിന്റെ വറച്ചട്ടിയിലേക്ക് ഇറങ്ങി അക്കൊല്ലം. ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 4,648. ഇതിൽ 543 പേർക്ക് ജയിക്കാനാവൂ. അപ്പോൾ ബാക്കി 4,015 പേരും തോറ്റു.
പക്ഷേ അവരിൽ എല്ലാവർക്കും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടുമൊന്നുമില്ല. കമ്മീഷന്റെ കണക്കുപ്രകാരം 3400 സ്ഥാനാർത്ഥികൾക്ക് ധനനഷ്ടമുണ്ടായി. ആകെ മൊത്തം ലാഭം കമ്മീഷന് അപ്രാവശ്യം കിട്ടിയത് 3,04,00,000 രൂപ. 2014 മത്സരിച്ച പാർട്ടികളുടെ എണ്ണമാകട്ടെ 464. ആകെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 8159 ഉയർന്നു. ഇതിൽ 85% പേർക്കും കെട്ടിവെച്ച കാശ് നഷ്ടമായി. ഇത്തവണ കെട്ടിവെക്കേണ്ടുന്ന കാശ് 25,000 രൂപയാക്കി ഉയർത്തിയിരുന്നതിനാൽ കാശ് നഷ്ടപ്പെട്ട 6,959 സ്ഥാനാർത്ഥികളിൽ നിന്നുമായി 16 കോടിയിലധികം രൂപ സമ്പാദിച്ചു കഴിഞ്ഞു കമ്മീഷൻ. എങ്ങനെയായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികളുടെ എണ്ണവും സ്ഥാനാർത്ഥികളുടെ എണ്ണവും 2014 കൂടുതലാവാനാണ് സാധ്യതയും. 25,000 രൂപ എന്നത് പലർക്കും ഒരു വലിയ സംഖ്യ അല്ലാത്തതുകൊണ്ട് മത്സരിക്കുന്നവരുടെ എണ്ണവും ഇക്കുറി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലാവാൻ തന്നെയാണ് സാധ്യത. തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ ജയിച്ചാലും തോറ്റാലും ആർക്കൊക്കെ കെട്ടിവെച്ച കാശ് പോയാലും ഇല്ലെങ്കിലും ബാങ്കിലേക്ക് ചിരിച്ചുകൊണ്ട് പോകുന്നത് ഇത്തവണയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാവും. പിരിവ് 16 കോടിയിൽ കൂടാൻ തന്നെയാണ് ഇത്തവണയും സാധ്യത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.